ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടൈപ്സ് ഓഫ് റിസ്ക് ആണ്. ടൈപ്സ് ഓഫ് റിസ്ക് ഞാൻ പറഞ്ഞു. ഏകദേശം 24 ടൈപ്സ് ഓഫ് റിസ്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മളെന്താണ് 5 വീഡിയോസ് ആയിട്ടായിരിക്കും പഠിക്കുക എന്നുള്ളത്. ഓൾറെഡി 3 വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ ഇത് നമ്മളെ ടൈപ്സ് ഓഫ് റിസ്കിലെ 5 പാർട്ടായിട്ട് തിരിച്ചതിൽ 4th വീഡിയോ ആയിരിക്കും ഇത്. 4 ഔട്ട് ഓഫ് 5. 4th വീഡിയോ ആയിരിക്കും. ഏകദേശം നമ്മൾ 14 ടൈപ്സ് ഓഫ് റിസ്കിനെ കുറിച്ച് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി ഒരു 10 ടൈപ്പ് റിസ്കിനെ കുറിച്ച് കൂടെ പഠിക്കാനായിട്ടുണ്ട്. അതായിരിക്കും ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എന്തൊക്കെയാണ് ഇനി പഠിക്കാനുള്ള റിസ്ക് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ? ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് വരുന്ന റിസ്ക്കാണ് കമ്മോഡിറ്റി റിസ്ക്. ആ പേരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. കമ്മോഡിറ്റി റിസ്ക് എന്താണെന്ന് ആ കമ്മോഡിറ്റി എന്നുള്ള പേരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് പഠിക്കാം. ഞാൻ പറഞ്ഞതുപോലെ എവിടെ എന്താണ് നമ്മൾ ഒബ്ജക്റ്റീവ്, അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യാതിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് സിനേരിയോ പ്രോപ്പർലി മനസ്സിലാവത്തുള്ളൂ. എന്താണ് അതിനുള്ളിൽ ആ ഒരു സിനേരിയോ വർക്കിംഗ്, ആ റിസ്ക് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ രീതിക്ക് തന്നെ നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ദിവസം പഠിച്ച അതേ രീതിക്ക് തന്നെ നമുക്ക് നോക്കിയാലോ കമ്മോഡിറ്റി റിസ്ക് എന്താണെന്ന്. അതിൽ എഴുതിയേക്കുന്നത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് കമ്മോഡിറ്റി റിസ്ക് എന്നുള്ളത്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കമ്മോഡിറ്റി റിസ്ക് നമ്മളെല്ലാം എന്താണ് ബിസിനസ് ചെയ്യുന്നവരാണ്. ബിസിനസ്സിനകത്തുള്ള റിസ്കിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്, നമുക്കൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണം. ഈ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? ഒന്നെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ആളെ നിന്ന് വാങ്ങിയിട്ട് വിൽക്കുക, ട്രേഡ് ബിസിനസ് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2 രീതിക്കാണ് നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എന്താണെങ്കിലും നമുക്കൊരു പ്രൊഡക്റ്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റോ മെറ്റീരിയൽ വേണം. ഈ റോ മെറ്റീരിയൽ ഇല്ലേ, ഈ റോ മെറ്റീരിയൽസിനെയാണ് കമ്മോഡിറ്റി. ഓരോ ബിസിനസ്സിലും ഓരോ കമ്മോഡിറ്റി ആയിരിക്കും. അവർക്ക് മെയിനായിട്ട് വേണ്ട മെറ്റീരിയൽ ഏതാണോ അതിനെയാണ് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ ഈ റോ മെറ്റീരിയലിലെ പ്രൈസിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായത്. പ്രൈസ് കൂടി, സിമ്പിളി പറയുകയാണെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ നമുക്ക് എന്താവും? നമ്മളെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേക്കും നമ്മൾ ടോട്ടൽ ആ ഒരു പ്രൊഡക്റ്റിന് വന്ന കോസ്റ്റ് എന്താവും? കൂടും. നമ്മൾ എന്ത് കുറയും? പ്രോഫിറ്റ് കുറയും. അതെന്തുകൊണ്ടാണ് ഇവിടെ ഉണ്ടായത്? ആ റോ മെറ്റീരിയൽ പ്രൈസ് അല്ലെങ്കിൽ ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടിയില്ലേ, ഫ്ലക്ച്വേഷൻ ഉണ്ടായില്ല. ആ ഫ്ലക്ച്വേഷൻ ഉണ്ടായത് കാരണം നമുക്കൊരു റിസ്ക് ഇല്ലേടാ, നമ്മളെ പ്രോഫിറ്റ് കുറഞ്ഞു പോകാനുള്ള റിസ്ക് ഇല്ലേ, അതിനെയാണ് കമ്മോഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, കമ്മോഡിറ്റി എന്നുള്ള വേർഡിലേക്ക് തന്നെ എത്താം. നമുക്ക് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഇവിടെ നല്ല പ്രോഫിറ്റ് നേടണമെന്നായിരുന്നു ഒബ്ജക്റ്റീവ് എന്ന് കരുതിക്കോ. ആ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കാരണം എന്താ? ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടിയതുകൊണ്ട്. മനസ്സിലായോ? ആ ഒരു പേരിലേക്ക് തന്നെ നമ്മൾ എത്തി. നമുക്ക് ഇനി ജസ്റ്റ് ഈ എഴുതിയേക്കുന്നത് എന്താണെന്ന് നോക്കിയാലോ? ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ റിസ്ക് ഓഫ് ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത് ഡ്യൂ ടു ഫ്ലക്ച്വേഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ ദി പ്രൈസ് ഓഫ് കമ്മോഡിറ്റിയുടെ പ്രൈസസിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാകാനുള്ള ആ ഒരു ചാൻസിനെയാണ് കമ്മോഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ കമ്മോഡിറ്റി എന്നൊരു ഉദ്ദേശിക്കുന്നത്? ഓയിൽ, മെറ്റൽസ്, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. അത് എന്ത് ബിസിനസ്സാണോ അതനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റീൽ മാനുഫാക്ചറിങ് ആണെങ്കിൽ നമ്മളെ കമ്മോഡിറ്റി എന്താണ്? നമ്മൾ മെയിൻലി നമുക്ക് സ്റ്റീൽ വേണം. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ടയർ മാനുഫാക്ചറിങ് ആണെങ്കിൽ നമുക്ക് റബ്ബർ വേണം. അപ്പം എന്താണോ നമ്മളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളെ കമ്മോഡിറ്റി, അത് ആ ഒരു ബിസിനസ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ വില കൂടിയാൽ നമുക്കുണ്ടാകുന്ന റിസ്കിനെയാണ് കമ്മോഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ദിസ് റിസ്ക് അഫക്റ്റ് ബിസിനസ്സസ് ദാറ്റ് പ്രൊഡ്യൂസ്, ട്രേഡ് ഓർ ഡിപ്പെൻഡ് ഓൺ കമ്മോഡിറ്റീസ്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത്. റോ മെറ്റീരിയൽസ്, കമ്മോഡിറ്റീസ് ആസ് റോ മെറ്റീരിയൽസ്. ഇതെല്ലാം നേരത്തെ പറഞ്ഞു. ഒന്നെങ്കിൽ ബിസിനസ് എങ്ങനെയായിരിക്കും? പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? കമ്മോഡിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ബിസിനസ്സിലാണ് ഈ ഒരു റിസ്ക് ഉള്ളത്. ഈ കമ്മോഡിറ്റീസ് എന്താണ്? റോ മെറ്റീരിയൽസ് ആണ്. മനസ്സിലായില്ലേ? ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് കമ്മോഡിറ്റി റിസ്ക് എന്താണ്. നമുക്കൊരു എക്സാമ്പിളോട് നോക്കാം. A food manufacturing company faces higher production cost if the price of sugar or wheat suddenly rises. ഒന്നുമില്ല, ഒരു ഹോട്ടൽ നടത്തുവാടാ. ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ ചില സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ചില പ്രൊഡക്റ്റിന് പ്രൈസ് കൂട്ടും. എന്തുകൊണ്ടാണ് കൂട്ടുന്നത്? ഇപ്പോൾ അവർ എക്സാമ്പിൾ ഒരു ചായക്കട, അവർക്ക് എന്താണ് ഷുഗർ എന്ന് പറഞ്ഞ സാധനം ചായയിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് അല്ലേടാ. അപ്പം ഷുഗറിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ കൂടി. അവർക്ക് വീണ്ടും ഈ ഒരു ചായ 10 രൂപയ്ക്ക് വിറ്റിട്ട് അവർക്ക് എങ്ങനെ നോക്കിയിട്ട് എന്തിലേക്ക് എത്താൻ പറ്റുന്നില്ല? പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. അവരെന്ത് ചെയ്യും? പ്രൈസ് കൂട്ടും. എന്തുകൊണ്ട് പ്രൈസ് കൂട്ടി? അവരുടെ ടോട്ടൽ കോസ്റ്റ് മീൻസ് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിയത് കൊണ്ട് അവർ പ്രൈസ് കൂട്ടി. ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടാൻ കാരണം എന്താ? ഷുഗറിൻ്റെ പ്രൈസ് കൂടി. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ആ ഒരു റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടിയത് കൊണ്ട് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. അത് കാരണം എന്ത് ചെയ്യും? കമ്പനിയുടെ പ്രോഫിറ്റ് കുറയും, അല്ലെങ്കിൽ കമ്പനിക്ക് ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാവും. ആ ഒരു റിസ്കിനെയാണ് കമ്മോഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോയാലോ? അടുത്ത ടൈപ്പ് ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ്. ഞാൻ ആദ്യം കുറച്ച് ഇമ്പോർട്ടൻസ് റിസ്കുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറയാതിരുന്നേ, വേറെ ഒന്നുമല്ല. നമുക്ക് സെപ്പറേറ്റ്ലി ലാസ്റ്റ് എല്ലാം കൂടെ പഠിച്ച് മീൻസ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവങ്ങൾ പഠിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ലാസ്റ്റത്തേക്ക് വെച്ചതാണ്. ഒന്നുമില്ല, ടഫായിട്ടൊന്നും അല്ല, മീൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കിയിരിക്കണം. നോക്കിയാലോ? മാർക്കറ്റ് റിസ്ക് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് എന്നൊക്കെ പറയാം. അതായത് ഒരു ആ പേര് തന്നെ ഉണ്ട്, ആ ഒരു ഫുൾ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാരണത്താൽ ആ ഒരു ഫുൾ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
ആ ഒരു മാർക്കറ്റിലുണ്ടാകുന്ന റിസ്ക് ഇല്ലേ, ആ മാർക്കറ്റിനുള്ളിലുള്ള നമ്മളെ ബിസിനസ്സും അപ്പോൾ നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ലേ, അപ്പോൾ ഉണ്ടാകുന്ന ആ റിസ്കിന് പറയുന്നതാണ് മാർക്കറ്റ് റിസ്ക് എന്നുള്ളത്. മനസ്സിലായി? ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട്. നമുക്കത് ഒന്നും കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ എന്താണ് എഴുതിയേക്കുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇറ്റ് ഈസ് ദ റിസ്ക് ഓഫ് ഫൈനാൻഷ്യൽ ലോസ്. എല്ലായിടത്തും ഫൈനാൻഷ്യൽ ലോസ് ആണ് ഉണ്ടാകുന്നത്. അല്ലേടാ നമുക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റിനെ കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ പ്രോഫിറ്റ് ഇല്ലാതാവുകയാണെങ്കിൽ എന്തിലേക്കാണ് പോകുന്നത്? ലോസിലേക്കാണ് പോകുന്നത്. ഫൈനാൻഷ്യൽ ലോസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ മാർക്കറ്റ് വേരിയബിൾസ്. ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിലെ വേരിയബിൾസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരിക, ചേഞ്ചസ് വരിക, അപ്പോൾ ഉണ്ടാകുന്ന റിസ്കിനെയാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ മാർക്കറ്റ് വേരിയബിൾസിനകത്ത് വരുന്നത്? സ്റ്റോക്ക് പ്രൈസസ്, ഇൻട്രസ്റ്റ് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ്. നമുക്ക് നോക്കിയാലോ ഓരോന്ന്, മീൻസ് 1 by 1 ആയിട്ട് നോക്കിയാലോ. എടാ ഇപ്പം കേട്ടിട്ടില്ല, നമ്മളിപ്പം സെൻസസിനകത്തുള്ളൊരു മാർക്കറ്റ്, വലിയൊരു ബിഗ് നിഫ്റ്റി 50 എക്സാമ്പിൾ വെക്കുക. വലിയൊരു 50 കമ്പനീസിൽ വരുന്ന കമ്പനിയാണ് നമ്മളത്. ഈ നിഫ്റ്റി 50 മൊത്തത്തിൽ ഇടിഞ്ഞു, കേട്ടിട്ടില്ലേ? സെൻസസ് ഇടിഞ്ഞു, നിഫ്റ്റി 50 അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് ഫുള്ളായിട്ട് ഇടിഞ്ഞു. സ്വാഭാവികമായിട്ടും അതിനുള്ളിലുള്ളൊരു കമ്പനിയാണ് നമ്മളതെങ്കിൽ നമ്മളെ അത് അഫക്റ്റ് ചെയ്യത്തില്ലേ? നമുക്കും എന്തുണ്ടാവും? നമ്മളെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇടിയും, നമ്മളെ കമ്പനിയുടെ വാല്യൂ ഇടിയും. നമുക്ക് അവിടെ എന്തുണ്ടാവും? ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാവില്ലേ? അതാണ് അവിടെ ഫസ്റ്റ് പറഞ്ഞത്, സ്റ്റോക്ക് പ്രൈസസ്. അതെന്താണ്? മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മളെല്ലാം ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ലോൺ എടുത്തത് ഫ്ലക്ച്വേറ്റിങ്ങിലായിരുന്നു. അവിടെ എന്താ, ഇൻട്രസ്റ്റ് റേറ്റ് പെട്ടെന്ന് ഗവൺമെൻറ് അങ്ങ് കൂട്ടി, നല്ല രീതിയിൽ കൂട്ടി. നമ്മളെല്ലാവരെയും ആ ലോൺ എടുത്തേക്കുന്ന ആ ഒരു ലോൺ എന്ന് പറഞ്ഞ ഒരു മീൻസ് ആ ഒരു മാർക്കറ്റിലുള്ള എല്ലാവരെയും എന്ത് ചെയ്യും? അത് അഫക്റ്റ് ചെയ്യും. ആ കൂട്ടത്തിൽ നമ്മളെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. അതിനെയാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ റീസൺസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അതേപോലെ എക്സ്ചേഞ്ച് റേറ്റ്. പുറത്തേക്ക് ബിസിനസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് നമ്മളെല്ലാം. അതിനകത്ത് വരുന്ന ബിസിനസ്സാണ് നമുക്കും. അപ്പോൾ അവിടെ എക്സ്ചേഞ്ച് റേറ്റിൽ ഭയങ്കര പ്രശ്നമുണ്ടായി. ഇപ്പം ഈ ഇടയ്ക്ക് നമ്മുടെ ഡോളറിൻ്റെ വാല്യൂ ഒക്കെ ഭയങ്കരമായിട്ടും കൂടിയില്ലേ, 90 ഒക്കെ റീച്ച് ചെയ്തിരുന്നു. അപ്പം അതേപോലെ എന്താണ്, എക്സ്ചേഞ്ച് റേറ്റിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായി. അപ്പം ആ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തു, ആ കൂട്ടത്തിൽ നമ്മളെ അഫക്റ്റ് ചെയ്തു. അതിനെയാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പം 3 റീസൺസ്. ഇത് മാത്രമല്ല, ആ മാർക്കറ്റിൽ അഫക്റ്റ് ചെയ്യുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അതെന്തായിട്ട് വരും? മാർക്കറ്റ് റിസ്ക് ആയിട്ട് വരും. നമ്മൾ പഠിച്ചില്ലാടെ, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്, ഇതെല്ലാം എന്തിനുള്ളിൽ വരുന്നതാണ്? മാർക്കറ്റ് റിസ്കിനുള്ളിൽ വരുന്നതാണ്. ഇതെല്ലാം കണക്ട് ചെയ്യാം. നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും റിസ്കിനാണ്. സിസ്റ്റമാറ്റിക്കും അൺസിസ്റ്റമാറ്റിക്കും എന്നും പറയും. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അഫക്റ്റ് ചെയ്തു, ആ ഒരു സിസ്റ്റത്തിനെ ഫുൾ അഫക്റ്റ് ചെയ്തു, മാർക്കറ്റിനെ ഫുൾ അഫക്റ്റ് ചെയ്തു. അൺസിസ്റ്റമാറ്റിക് അങ്ങനെ അല്ല, നമ്മളെ ബിസിനസ് അല്ലെങ്കിൽ സെർട്ടൈൻ ആളുകളെ മാത്രം അഫക്റ്റ് ചെയ്യുന്നതിനാണ് അൺസിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. നമുക്ക് റിസ്കിനെ ടൈപ്സ് ചെയ്യുമ്പോൾ പല രീതിക്ക് ചെയ്യാം. ഇതൊരു രീതി, മീൻസ് ഒരു മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്നത് അല്ലാതെ സെപ്പറേറ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് അൺസിസ്റ്റമാറ്റിക് അങ്ങനെ നമുക്ക് ഇത് ചെയ്യാം. ഞാൻ അങ്ങനെ ഒരു ഹെഡിലേക്കല്ല കൊണ്ടുവന്നേക്കുന്നത്. മൊത്തം റിസ്ക്കുകളെ നിങ്ങൾക്ക് പഠിപ്പിക്കുക, മൊത്തം റിസ്ക്കുകളെ കുറിച്ചൊരു കോൺസെപ്റ്റ് കിട്ടുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അഡീഷണലി. എന്നാൽ നെക്സ്റ്റ് പോയിന്റ് നോക്കിയാലോ. ദിസ് റിസ്ക് എഫക്റ്റ്, ഇത് ആരെയൊക്കെ അഫക്റ്റ് ചെയ്യും? ഇൻവെസ്റ്റേഴ്സ് ആൻഡ് കമ്പനീസ്. ഇൻവെസ്റ്റേഴ്സിനെ അഫക്റ്റ് ചെയ്യും, കമ്പനീസിനെ. എന്നും പറഞ്ഞാൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും കമ്പനീസിനെ അഫക്റ്റ് ചെയ്യുന്നതാണോ? അല്ല. നോക്കാം. ഹൂസ് അസറ്റ് വാല്യൂസ് ഫ്ലക്ച്വേറ്റ് വിത്ത് ദ മാർക്കറ്റ് മൂവ്മെൻറ്റ്സ്. എടാ മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് നടക്കുമ്പോൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന അസറ്റ് വാല്യൂ ഉള്ള കമ്പനീസിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെയാണ് കൂടുതൽ ഈ റിസ്ക് എന്ത് ചെയ്യുന്നത്? അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യമല്ലടാ, ആ മാർക്കറ്റിനുള്ളിൽ ഉണ്ടാവണം എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. മാർക്കറ്റിനുള്ളിലില്ല, നമ്മൾ ആ മാർക്കറ്റിലല്ല, വേറെ മാർക്കറ്റിലാണ്. അങ്ങനെ ആണെങ്കിൽ ഈ ഒരു മാർക്കറ്റിലുണ്ടായ റിസ്ക് നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. അതിന് കാരണം എന്താ? നമ്മൾ അതിനകത്തില്ല. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു മാർക്കറ്റിലുള്ളവരെല്ലാവരും അത് അഫക്റ്റ് ചെയ്യും. അതിനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്നും പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളൂടെ നോക്കാം. എ കമ്പനി ഹോൾഡിംഗ് ഷെയർസ് മേ സഫർ ലോസസ് ഇഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഡിക്ലൈൻ ഷാർപ്പ്ലി. ഞാൻ ആദ്യം പറഞ്ഞ ഫസ്റ്റ് കാര്യം തന്നെയല്ലേ, സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിൽ ഇടിഞ്ഞു. മീൻസ് അതിനകത്തുള്ള ഒരു കമ്പനിയായിരുന്നു, ആ ഒരു മാർക്കറ്റിലുള്ള കമ്പനിയായിരുന്നു നമുക്ക് എന്ത് ചെയ്യും? ലോസസ് കാര്യങ്ങൾ ഉണ്ടാവും. കാരണം എന്താ? ആ ഒരു മാർക്കറ്റ് റിസ്ക് ആണ് അവിടെ ഉണ്ടായത്. ആ ഒരു മാർക്കറ്റിനെ ഫുള്ളി അഫക്റ്റ് ചെയ്ത് അതിനുള്ളിലാണ് നമ്മളെ കമ്പനി അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് ഉള്ളത്, നമ്മളെ അഫക്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. സിമ്പിളാണ് മാർക്കറ്റ് റിസ്ക്. ആ പേരുകളിൽ തന്നെ എല്ലാ റിസ്ക്കുകളും ആ പേരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ വരും. നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോയാലോ. അടുത്ത ടൈപ്പ് ഇൻഹെറൻറ്റ് റിസ്ക്. ഇൻഹെറൻറ്റ് റിസ്ക് ആൻഡ് റെസിജ്വൽ റിസ്ക് എന്നാണ് പറയേണ്ടത്. റെസിജ്വൽ റിസ്ക് അടുത്ത പറയുന്നുണ്ട്. ഒന്നുമില്ലടാ, ഇപ്പം നാച്ചുറലി ഉണ്ടാകുന്ന റിസ്ക്കുകൾ ജസ്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തുള്ള ഒന്നും പറയുന്നില്ല, അല്ലാതെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ എന്ത് ചെയ്തു? ബൈക്ക് എടുത്തിട്ട് പോവുകയാണ്, റോഡിൽ കൂടെ ബൈക്ക് എടുത്തിട്ട് പോവുകയാണ്. ഇവിടെ പോകുന്ന ടൈമിൽ എന്താ പ്രശ്നം? എന്താ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഇല്ല. നമ്മൾ ഒരു മെഷേഴ്സും എടുത്തിട്ടില്ല, ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ജാക്കറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല, പ്രോപ്പർലി ഒരു മെഷേഴ്സും എടുക്കാതെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആക്സിഡൻറ്റ് സംഭവിച്ച് ചിലപ്പോൾ നമുക്ക് മരണം വരെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ഒരു പോസിബിലിറ്റി ഇല്ലേ? അതാണ് ഇൻഹെറൻറ്റ് റിസ്ക്. നമ്മൾ എന്ത് ചെയ്തിട്ടില്ലടാ? ഒരു മെഷേഴ്സും എടുത്തിട്ടില്ല. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കീവേഡാണ് ഇതിനകത്ത്. മെഷേഴ്സ് കാര്യങ്ങൾ ഒന്നും എടുത്തിട്ടില്ല റിസ്കിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടാകുന്ന റിസ്കിനെയാണ് ഇൻഹെറൻറ്റ് റിസ്ക്. അല്ല നമുക്ക് വേറൊരു പേര് പറയാം, നമുക്ക് ടെക്സ്റ്റിലൊന്നും പറയാം. നാച്ചുറലി ഉണ്ടാകുന്ന റിസ്ക്കാണ്, നാച്ചുറൽ റിസ്ക് എന്നൊക്കെ വേണേൽ പറയാം. നമുക്ക് നോക്കിയാൽ ഇതിൽ എന്താ പറയുന്നതെന്ന്. ഇറ്റ് ഈസ് ദ നാച്ചുറൽ ലെവൽ ഓഫ് റിസ്ക്. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ ബിസിനസ് ഓപ്പറേഷൻ ഓർ എൻവയോൺമെൻറ്റ് ബിഫോർ അപ്ലൈയിങ് എനി കൺട്രോൾസ്
ഓർ റിസ്ക് മാനേജ്മെൻറ്റ് മെഷേഴ്സ്. നമ്മൾ റിസ്കിനെ മാനേജ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കൺട്രോൾസോ അല്ലെങ്കിൽ മെഷേഴ്സോ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് വരാൻ സാധ്യതയുള്ള റിസ്കിനെയാണ് ഇൻഹെറൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു റോഡിലെ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. നമുക്കിനി റെസിജ്വൽ റിസ്കിലേക്കും ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ മനസ്സിലാവും ഇൻഹെറൻറ്റ് റെസിജ്വലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ദിസ് റിസ്ക് അറൈസസ് ഡ്യൂ ടു ദ നേച്ചർ ഓഫ് ബിസിനസ്. അത് നോർമലി നേച്ചർ പ്രകാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോംപ്ലക്സിറ്റി ഓഫ് ഓപ്പറേഷൻസിൽ എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇൻഹെറൻറ്റ് റിസ്ക് കാര്യങ്ങൾ നാച്ചുറലി ഉണ്ടാവാം, സംഭവിക്കാനായിട്ട് പറ്റും. അതേപോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, മാർക്കറ്റ് വോളറ്റൈൽ അവർ റെഗുലാരിറ്റി ചേഞ്ച്, എന്തെങ്കിലും കാര്യം ഇവിടെ അതൊന്നും നിങ്ങൾ കൂടുതലായിട്ട് കൺസേൺ ആവണ്ട. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം മെഷേഴ്സ് എടുക്കുന്നതിന് മുമ്പുള്ള റിസ്ക് ഇൻഹെറൻറ്റ്. ഇനി മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതാണ് റെസിജ്വൽ റിസ്ക്. ഞാൻ അതിലേക്കാണ് വരുന്നത്. നമുക്കൊരു എക്സാമ്പിളോട് നോക്കാം. എ റീറ്റെയിൽ സ്റ്റോർ ഫേസസ് ഇൻഹെറൻറ്റ് റിസ്ക്. അവർ ഇൻഹെറൻറ്റ് റിസ്ക് ഫേസ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്താണ് ഇൻഹെറൻറ്റ് റിസ്ക് എന്ന് നമുക്ക് നോക്കണ്ടേ. ഇൻഹെറൻറ്റ് റിസ്ക് ഓഫ് തെഫ്റ്റ് ഓർ ലോസ്. അവർക്ക് എന്ത് സംഭവിച്ചു, ഒന്നെങ്കിൽ മോഷണം അല്ലെങ്കിൽ എന്ത് ചെയ്ത് അവരുടെ ഗുഡ്സ് കുറച്ച് ലോസായി. എപ്പോഴാണ്, ബിഫോർ ഇംപ്ലിമെൻറ്റിങ് എനി സെക്യൂരിറ്റി സിസ്റ്റം ഓർ സർവൈലൻസ്. ഇവർ CCTV പോലത്തെ സർവൈലൻസ് വെക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവർ സെക്യൂരിറ്റി വെക്കുന്നതിന് മുമ്പ് ഇവർക്ക് എന്ത് സംഭവിച്ചു, അവരുടെ ആ ഒരു മീൻസ് അവർ ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വെച്ചെടുത്ത് എന്ത് സംഭവിച്ചു, ഗുഡ്സ് ലോസായി പോയി അല്ലെങ്കിൽ മോഷണം നടന്നു. ഇവർ ഒരു മെഷേഴ്സോടെ എടുത്തിട്ടില്ല, മെഷേഴ്സ് എടുക്കുന്നതിന് മുമ്പ് സംഭവിച്ചില്ലേ, അതിനെയാണ് ഇൻഹെറൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ. മെഷേഴ്സ് എടുക്കുന്നതിന് മുമ്പ് നാച്ചുറലി ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്കുകളെയാണ് ഇൻഹെറൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത ടൈപ്പിലേക്ക് പോയാലോ. അടുത്ത ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് റെസിജ്വൽ റിസ്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഹെറൻറ്റ് മെഷേഴ്സ് എടുക്കുന്നതിന് മുമ്പ്. ഇവിടെ എന്താണ്, മെഷേഴ്സ് എല്ലാം എടുത്തതിന് ശേഷവും നമുക്ക് എന്തുണ്ട്, റിസ്കിന് പോസിബിലിറ്റി ഇല്ലേ. ഞാൻ റിസ്ക് പറഞ്ഞ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസ്കിനെ എന്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല, എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. റിസ്കിനെ ഒരിക്കലും നമുക്ക് എലിമിനേറ്റ് ചെയ്ത്, അതായത് 0 ലെവലിലേക്ക് എത്തിക്കാൻ പറ്റില്ല. റിസ്കിനെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാനേ പറ്റൂ, അല്ലെങ്കിൽ ഹെഡ്ജ് ചെയ്യുക എന്നൊക്കെ പറയും. കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക, സിംപിളി പറഞ്ഞാൽ കുറയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ 0ലേക്ക് എത്തിയിട്ടില്ല, അവിടെ വീണ്ടും ഒരു പോസിബിലിറ്റി ഇല്ലേ റിസ്ക് ഉണ്ടാവാനുള്ള. അതിനെയാണ് റെസിജ്വൽ റിസ്ക്. നമ്മളെല്ലാ മെഷേഴ്സും എടുത്തതിന് ശേഷം വീണ്ടും ചെറിയൊരു പോസിബിലിറ്റി ഉണ്ടാവും, അതിനെയാണ് റെസിജ്വൽ റിസ്ക്. നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, നമ്മൾ ഹെൽമെറ്റ് ഒന്നും വെക്കാതെ പോയി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഹെൽമെറ്റ് വെച്ചു, നല്ല ഗിയേഴ്സ് കാര്യങ്ങൾ, നമ്മൾ നല്ല ജാക്കറ്റ്, ഗ്ലൗസ് കാര്യങ്ങളെല്ലാം ഇട്ട്, റൈഡിങ് ഗിയേഴ്സ് എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ബൈക്കിൽ പോയത്. പക്ഷേ എന്ത് ചെയ്ത്, നമുക്ക് ഭാഗ്യമില്ലായിരുന്നു. മീൻസ് ഒരു ലോറി വന്ന് ഇടിച്ച് നമ്മൾ എന്ത് ചെയ്ത് മരിച്ചുപോയി. അപ്പോൾ അവിടെ നമ്മൾ നമ്മൾ മെഷേഴ്സ് എടുത്ത് അതിന് ശേഷവും അവിടെ എന്തുണ്ടായി, ആക്സിഡൻറ്റ് ഉണ്ടായി. അതെന്താണ്, റെസിജ്വൽ റിസ്ക് ആണ്. നമ്മൾ മെഷേഴ്സ് എടുത്തതിന് ശേഷവും നമുക്ക് എന്തെങ്കിലും റിസ്ക്കോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് റെസിജ്വൽ റിസ്ക് എന്ന് പറയുന്നത്. നമുക്ക് നോക്കിയാൽ എന്താ എഴുതിയേക്കുന്നതെന്ന്. ഓക്കെ, ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് റിസ്ക് ദാറ്റ് റിമെയിൻസ് ഇൻ എ ബിസിനസ് ആഫ്റ്റർ അപ്ലൈയിങ് ഓൾ കൺട്രോൾ മെഷേഴ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് ആക്ഷൻസ്. മറ്റേത് ബിഫോർ, ഇതെന്താണ് ആഫ്റ്റർ. നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോളിങ് മെഷേഴ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ റിസ്ക് മാനേജ് ചെയ്യാനുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾസ് അല്ലെങ്കിൽ ആക്ഷൻസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം റിമൈനിങ് ആയിട്ട് വരുന്ന റിസ്കിനെയാണ് റെസിജ്വൽ റിസ്ക് എന്ന് പറയുന്നത്. നോ മാറ്റർ ഹൗ സ്ട്രോങ് ദ കൺട്രോൾസ് ആർ, സം എമൗണ്ട് ഓഫ് റിസ്ക് ഓൾവേസ് റിമെയിൻസ്. എത്ര കിഡിലനായിട്ടുള്ള കൺട്രോൾസ് സെറ്റ് ചെയ്താലും ഞാൻ പറഞ്ഞതുപോലെ റിസ്ക് 0ലേക്ക് പോവില്ല, എലിമിനേറ്റ് ആവില്ല. എന്തേ ആവുള്ളൂ, മിറ്റിഗേറ്റ് അല്ലെങ്കിൽ റെഡ്യൂസേ ആവുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട്, എത്ര കിടിലൻ കൺട്രോൾ ആണെങ്കിൽ പോലും അവിടെ റിസ്ക് കുറച്ച് റിമെയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് കാര്യം നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് എടുത്താലും 0 അത് ഇല്ലാതാക്കണേ എന്ത് ചെയ്യണം, ആ കാര്യം ചെയ്യാതിരിക്കണം. എന്തായാലും അവിടെ ചെറിയ പോസിബിലിറ്റി ഉണ്ടായിരിക്കും അവിടെ റിസ്ക് സംഭവിക്കാനായിട്ട്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആ റിസ്കിനെയാണ് റെസിജ്വൽ റിസ്ക് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നേരത്തെ റീറ്റെയിൽ സ്റ്റോറിൻ്റെ പറഞ്ഞില്ലേ, അവിടെ എന്തില്ലായിരുന്നു, CCTVയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, സെക്യൂരിറ്റി ഗാർഡൊന്നും ഇല്ലായിരുന്നു. ഇതെല്ലാം നമ്മൾ വെച്ചു, സെക്യൂരിറ്റി ഗാർഡിനെ വെച്ചു, CCTV വെച്ചു. പക്ഷേ ഒരു കള്ളൻ എന്ത് ചെയ്തു, വന്നിട്ട് ആ സെക്യൂരിറ്റീൻ്റെ മീൻസ് ക്ലോറോഫോമും എല്ലാം കൊടുത്ത് മയക്കി കിടത്തി, അല്ലെങ്കിൽ CCTV മറച്ചു വെച്ചു, എന്നിട്ട് എന്ത് ചെയ്ത് മോഷണം നടത്തി. അങ്ങനെയൊക്കെ നടക്കുന്നില്ലേ. അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ ആ ഒരു മെഷേഴ്സ് എടുത്തിട്ട് വീണ്ടും തെഫ്റ്റ് നടക്കാനുള്ളൊരു സാധ്യതയില്ലേ. അതിനെയാണ് റെസിജ്വൽ റിസ്ക് എന്ന് പറയുന്നത്. ആ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമുക്കെന്നാൽ അടുത്ത ടൈപ്പിലേക്ക് പോകാമല്ലോ. ഈ വീഡിയോയിൽ ലാസ്റ്റ് ടൈപ്പ് ആയിരിക്കും ഇൻ്റർനാഷണൽ റിസ്ക്. ഇതും ആ പേര് തന്നെ ഉണ്ട്, ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ എന്താണോ, വേൾഡ് വൈഡ് ഇൻ്റർനാഷണലി എന്തോ കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ ഉണ്ടായ റിസ്ക്. എന്തും ആവാം. ഓക്കെ, നമ്മളിപ്പോൾ ബിസിനസ് ആലോചിച്ച് നോക്കിയേ, ബിസിനസ് നമ്മൾ ഇന്ത്യയിൽ മാത്രം ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ചൊന്നും ആയിരിക്കില്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ബിസിനസ് വലിയ MNCയിലൊക്കെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, CRO ഉള്ളത് വലിയ കമ്പനീസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു MNCയിൽ വർക്ക് ചെയ്യുമെന്ന് ആലോചിച്ചോണം. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ സെയിം രാജ്യത്ത് മാത്രമാണോ ഉള്ളത്, വേറെ പല രാജ്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇമ്പോർട്ട് എക്സ്പോർട്ട്, നമുക്ക് അങ്ങനെ പല ബിസിനസ് കാര്യങ്ങളുണ്ടായിരിക്കും പല രാജ്യങ്ങൾ. അപ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ടാവാൻ സാധ്യതയില്ലേ, ആ മറ്റേ രാജ്യത്ത് പോയി ചെയ്തതുകൊണ്ട്. അതിനെയാണ് ഇൻ്റർനാഷണൽ റിസ്ക്. ആ ഒരു പേര് തന്നെ ഇല്ല, ഇൻ്റർനാഷണലി എന്തോ കാര്യം ചെയ്തപ്പോൾ ഉണ്ടായ റിസ്ക്, ഇൻ്റർനാഷണൽ റിസ്ക്. നമുക്ക് ഇതിലെന്താ എഴുതിയേക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് ദ റിസ്ക് അറൈസസ് വെൻ എ ബിസിനസ് ഓപ്പറേഷൻസ് ഇൻ ഓർ ട്രേഡ്സ് വിത്ത് ഫോറിൻ കൺട്രീസ്.
പുറത്തുള്ള കൺട്രീസുമായിട്ട് എന്ത് ചെയ്ത് ബിസിനസ് നടത്തിയപ്പോഴത്തേക്കും അല്ലെ വേറൊരു കൺട്രിയുമായിട്ട് നമ്മൾ നിൽക്കുന്നതല്ല വേറൊരു കൺട്രിയിൽ ബിസിനസ് നടത്തിയപ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന റിസ്ക് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ഇവിടെ വരും. കാരണം എന്താ എക്സ്ചേഞ്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വരാം. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്യൂ ടു ഡിഫറൻസ് ഇൻ എക്കണോമിക്, പൊളിറ്റിക്കൽ, ലീഗൽ ഓർ കൾച്ചറൽ എൻവയോൺമെൻറ്റ്സ്. ആ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവന്നു, നമ്മൾ ബിസിനസ് ചെയ്യുന്ന രാജ്യത്ത് പെട്ടെന്നൊരു നിയമം കൊണ്ടുവന്നു. അവിടെ എന്ത് ചെയ്തു, കൂടുതൽ ടാക്സ് കൊടുക്കണം, അതവിടെ വരും. പൊളിറ്റിക്കലി വരും, ലീഗലിയും വരാം, എന്തെങ്കിലും നിയമങ്ങളല്ലേ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളില്ല. അവിടുത്തെ എക്കണോമിക് മാർക്കറ്റ് ഡൗൺ ആയിപ്പോയി, അവിടെ എന്ത് ചെയ്തു, ഇൻഫ്ലേഷൻ സംഭവിച്ച, ആളുകളെ പൈസ ഇല്ല, ആരും പൈസ സ്പെൻഡ് ചെയ്യാത്ത അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിനെ ബാധിക്കത്തില്ലേ. അപ്പോൾ ആ ഒരു രാജ്യത്ത് എന്തോ ഒരു കാരണത്താൽ നമ്മളെ ബിസിനസ്സിനെ ബാധിച്ചു. കാരണം എന്താ, നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട് ഫോറിൻ കൺട്രീസിൽ. അപ്പോൾ അങ്ങനെ വരുന്ന റിസ്കിനെയാണ് ഇൻ്റർനാഷണൽ റിസ്ക് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയാലോ. A company exporting goods to another country may faces losses if new trade tariff or political sanctions are imposed. ഇപ്പം ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. അതിനൊക്കെ എന്ത് വേണം, ലൈസൻസ് കാര്യങ്ങളൊക്കെ വേണം. ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരാൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമേരിക്കയിലേക്ക് എന്ത് ചെയ്തു, ഗുഡ്സ് ഞാൻ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അമേരിക്ക എന്ത് ചെയ്തു, കുറേ താരിഫ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, ഞാൻ കൊടുക്കുന്ന മീൻസ് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് 100% ടാക്സ് കാര്യങ്ങൾ അടയ്ക്കണം, അല്ലെങ്കിൽ 100% ഗവൺമെൻറ്റിന് പേ ചെയ്യണം, എനിക്ക് കിട്ടുന്ന എമൗണ്ട് കൂടാതെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ ബിസിനസ്സിനെ അത് ബാധിക്കില്ലേ. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇൻ്റർനാഷണൽ റിസ്ക്. അവിടെ എന്താണ്, ഫോറിൻ കൺട്രിയിലേക്ക് ബിസിനസ് നടത്തി, ഒരു ഇൻ്റർനാഷണലി ട്രാൻസാക്ഷൻ നടന്നപ്പോഴത്തേക്കാണ് അവിടെ ആ റിസ്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടൈപ്പിൽ വരെ. നമുക്കിനി കുറച്ച് റിസ്കിനെ കുറിച്ചുകൂടെ പഠിക്കാനുണ്ട്. അത് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് പോകാം. കാരണം വേറെ ഒന്നുമല്ല, ലെങ്ത് ഉണ്ടാകാൻ പാടില്ല, തിയറി ടോപ്പിക്സ് ആണ്. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് 5ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ, ലാസ്റ്റ് വീഡിയോ ആയിരിക്കും, ടൈപ്സ് ഓഫ് റിസ്കിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. നമുക്ക് ആ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.